കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നൊരു പത്രസമ്മേളനമാണ്. ആദ്യം 11 മണിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് 12 മണിക്കാണ് തുടങ്ങിയത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരുപാട് തിരുത്തലുകൾ വരുത്തും. കാരണം നമുക്ക് വലിയ ധൈര്യം പകരും, പ്രത്യേകിച്ചും ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന കേരളത്തിന് എന്നാണ് വിചാരിച്ചതെങ്കിലും അദ്ദേഹം പതിവ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കള്ളങ്ങളുടെ ഒരു പെരുമഴക്കാലം കൂടി സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങളോട് പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയ ഒരു ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് മുൻകൂട്ടി അറിയിപ്പുകൾ ലഭിച്ചിരുന്നില്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന്. ഇനി അഥവാ അങ്ങനെ ലഭിച്ചാൽ പോലും നമുക്ക് യാതൊരു കാരണവശാലും അവർക്ക് ഒരു നടപടി എടുക്കാൻ കഴിയുന്ന സമയം കിട്ടില്ല. അങ്ങനെ സമയം കിട്ടാത്ത രീതിയിലാണ് അതിതീവ്ര മഴ വരുന്നത്. നമുക്കൊരു എവാക്വേഷൻ സമയം കിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ രേഖ നിങ്ങളെ കാണിക്കണമെങ്കിൽ ഇത് വീണ്ടും എഡിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ രേഖ എന്ന് പറയുന്നത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് IMD എന്ന് പറയുന്ന അവർ കൊടുത്തിട്ടുള്ള ഏറ്റവും ആദ്യം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പ്രസ് ബുള്ളറ്റിനാണ്. ആ ബുള്ളറ്റിൽ അവർ വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അതായത് 31/7/2026 മഴ തുടങ്ങിയ ദിവസം 3 മണിക്കാണ് അവർ അത്തരത്തിലുള്ള ഒരു സൂചന നൽകിയിട്ടുള്ള പ്രസ് ബുള്ളറ്റിൻ അയച്ചിട്ടുള്ളത്. 3 മണിക്കാണ് നിങ്ങൾ ആലോചിക്കണം. രാത്രി 11 മണിക്ക് ശേഷമാണ് നമ്മളിവിടെ മഴയുടെ തീവ്രത കൂടിയത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 8 മണിക്കൂർ സമയം കിട്ടുമായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കേരളത്തിൽ അടുത്ത 2 ദിവസങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ചില വാചകങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. അതിൽ പറഞ്ഞിട്ടുള്ളത് അന്തരീക്ഷത്തിൻ്റെ ഒരു സമുദ്രനിരപ്പിൽ നിന്ന് 1.5 മുതൽ 7.6 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന തലങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപ് മേഖലയിലും ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ വീശുന്നു. ഇവയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ജൂലൈ 31, ഓഗസ്റ്റ് 1 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ, അതായത് 24 മണിക്കൂറിൽ 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെയോ, അത്യന്തം കനത്തതോ, അതായത് 20 സെൻറ്റിമീറ്റർ 12 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയായ മഴയ്ക്കും ഓഗസ്റ്റ് 2 കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ജൂലൈ 31, ഓഗസ്റ്റ് 1 തീയതികളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് പോവുകയാണ്. ഇത് 4 പേജുള്ള റിപ്പോർട്ടാണ്. ഇതിൽ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും മറ്റും ഒക്കെ തന്നെ നിരവധി കമൻറ്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഇതിൽ ശുപാർശ ചെയ്യുന്ന മുൻകരുതൽ നടപടികൾ: ദുർബലമായ കെട്ടിടങ്ങളിൽ താമസിക്കുന്നത് ഒഴിവാക്കുക, വെള്ളക്കെട്ടിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കുക, ദുരന്ത സാധ്യതയുള്ള പ്രദേശത്ത് താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമുക്ക്. കനത്ത മഴയെ തുടർന്ന് ദൃശ്യത കുറഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായേക്കാം. റോഡുകളിലെ വെള്ളക്കെട്ട്, മരം കടപുഴകൾ, മരക്കൊമ്പ് ഒടിഞ്ഞു വീഴൽ ഇവ കാരണം താൽക്കാലിക ഗതാഗത തടസ്സമുണ്ടായേക്കാം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇടിമിന്നലേറ്റുള്ള അപകടങ്ങൾക്ക് സാധ്യത, മണ്ണൊലിപ്പ് വിത്തുകളുടെ മുളയിനെ ബാധിച്ചേക്കാം എന്നുള്ളതടക്കം നിരവധി കാര്യങ്ങൾ അവർ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ ആദ്യത്തെ കാര്യം തന്നെ പച്ചക്കള്ളമാണ്. ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള IMD നൽകിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. പക്ഷെ അത് ഗൗരവത്തിൽ എടുക്കാതെ പോയി എന്നുള്ളതാണ്. ഇനി അടുത്തത് അദ്ദേഹം പറയുന്നത്, ഇന്ന് വീക്ഷണം പത്രത്തിൻ്റെ ഹെഡിങ്ങും അത് തന്നെയാണ്, എല്ലാം ഭദ്രം എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് എല്ലാം നിയന്ത്രണ വിധേയമെന്നാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. അത് അവിടെ എല്ലാം ഭദ്രമായി നടക്കുന്നു എന്നാണ്. അങ്ങനെ ഭദ്രമായി കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത്, സംസ്കാര ചടങ്ങുകൾ നടത്താനായിട്ട് 10,000 രൂപ വീതം തരും, വീടുകളിൽ വെള്ളം കയറിയാൽ 10,000 രൂപ വരും, ജീവനോപാധികൾക്ക് ഒരു കാർഡിന് 2 പേർക്ക് 300 രൂപ വീതം തരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഈ മുതലപ്പൊഴിയിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി 14 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങി അവർ മരിച്ചുപോയെങ്കിൽ 10,000 കൊടുത്തിട്ട് കാര്യമില്ല. മരിക്കാത്ത ആളുകളെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളത് മറന്നു പോകരുത് എന്നുള്ളതാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്.
പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റ് നിരവധി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന അടുത്ത കള്ളമെന്ന് പറയുന്നത് എടപ്പള്ളിയിൽ ഒരിക്കൽ അതിതീവ്ര മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എടപ്പള്ളിയിൽ അങ്ങനെ അതിതീവ്ര മഴ 2018 പോലും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ എടപ്പള്ളിക്ക് തൊട്ടപ്പുറത്തുള്ള കളമശ്ശേരിയിലേക്ക് ഞാനന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടായത് ഓർക്കുന്നുണ്ട്. ആലുവയിലൊക്കെ മുങ്ങിയിരുന്നു. പക്ഷേ എടപ്പള്ളിയിൽ അത്തരത്തിലുള്ള ഒരു മഴ ഉണ്ടായിരുന്നില്ല. ഇനി അത് പോട്ടെ, അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയതായിരിക്കാം. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം, അതായത് നോർത്ത് പറവൂരാണ്. അവിടെ ആ സമയത്തുള്ളത് ഒരു 2018 ഉള്ളത് ഒരു 1.5-1.25-2 ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സാണ്. അതിൽ 75,000 പേരുടെ ക്യാമ്പുകൾ അവിടെ ഉണ്ടായിരുന്നെന്നും കൊടുങ്ങല്ലൂരിലും പറവൂരിലും ഒക്കെ തന്നെ അദ്ദേഹം മാർക്കറ്റുകളിൽ പോയി കടം മേടിച്ച് പച്ചക്കറികളൊക്കെ മേടിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, 2018 ക്യാമ്പുകൾ വളരെ സമ്പുഷ്ടമായിരുന്നു. ഏറ്റവും ഒടുവിൽ അവിടെ കിട്ടിയിട്ടുള്ള സാധനങ്ങളും പെറുക്കിക്കൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ദിവസം പായസമടക്കം വിതരണം ചെയ്തുകൊണ്ട് സദ്യ കഴിച്ചുകൊണ്ടാണ് ആളുകൾ ക്യാമ്പിൽ നിന്ന് പോയത് എന്നുള്ളതും മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം നുണ പറഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ മുഴുവൻ പറയുന്നില്ല, മുഴുവൻ പറയാനുള്ള സമയം നമുക്കില്ല. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി, അതാണോ തെറ്റെന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ബാഫക്കി തങ്ങളുടെ വീട്ടിൽ നിന്നും, വൈസ് പ്രസിഡൻ്റിൻ്റെ വീട്ടിൽ നിന്നും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. അത് 3 മണിക്കാണ് കഴിച്ചത്. അത് അദ്ദേഹം ചോദിക്കുന്നത്, പിണറായി വിജയൻ അന്ന് 2018 നിരാഹാരം കിടന്നാണ് ഈ പറയുന്ന വെള്ളപ്പൊക്കത്തെ നേരിട്ടതെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചതല്ല പ്രശ്നം, അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയാണ് പ്രശ്നം. ആ പ്രയോറിറ്റി അദ്ദേഹത്തിന് കോഫി ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാനും എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൈവറ്റ് പാർട്ടികൾ ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാനും എടുക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിലെ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാനാണ്. അതിൻ്റെ നേതൃത്വം കൊടുക്കേണ്ട ആളായിരുന്നു. ആ നേതൃത്വമെല്ലാം തന്നെ അദ്ദേഹം AP അനിൽകുമാറിനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു തങ്ങൾക്ക് മാറ്റാൻ വെക്കാൻ പറ്റാത്ത പരിപാടികൾ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനിടയിൽ അദ്ദേഹം ചില മോശപ്പെട്ട കാര്യങ്ങൾ കൂടി ചെയ്തു. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്നുള്ളത് പറഞ്ഞു. കൂടാതെ അദ്ദേഹം പതിവായി പറയുന്ന വാക്കാണ്. പക്ഷേ രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഇതിൻ്റെ വിഷമം ഞാൻ തീർക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കറിയില്ല. ഇതുകൂടാതെ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു കാര്യം കൂടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വലിയൊരു നുണ എന്ന് പറയുന്നത്, അദ്ദേഹം എറണാകുളത്തേക്ക് ഹെലികോപ്റ്ററിൽ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവായിട്ടുള്ള വേലായുധൻകുട്ടിയെ സന്ദർശിക്കാനല്ല. പകരം അദ്ദേഹം പറയുന്നൊരു വാചകം എന്ന് പറയുന്നത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ അത് ആരാണ് എന്നുള്ളത് നിങ്ങളോട് പറയില്ല, നിങ്ങളോട് പറഞ്ഞാൽ അത് മുടക്കും എന്നാണ് പറയുന്നത്. കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്ന വലിയൊരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പാണ്. ആ ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിനെ കണ്ടതിൻ്റെ ഒരു ഡീറ്റെയിൽസും അദ്ദേഹത്തിൻ്റെ ലോഗ് ബുക്കിലോ ഡയറിയിലോ അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെ രേഖകളിലോ ഇല്ല. പകരം അദ്ദേഹം രഹസ്യമായി പോയി കണ്ടോ എന്നറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, അവർ വിജയനെ വന്ന് കണ്ടിരുന്നു, അതിനുശേഷം കേരളത്തിലേക്ക് വന്നിരുന്നു. കേരളത്തിലേക്ക് വന്നപ്പോൾ അന്ന് ഡിന്നർ മീറ്റിംഗ് ആണ് പറഞ്ഞിരുന്നത്. ആ ഡിന്നർ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വന്ദേ ഭാരതത്തിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട വാചകം എന്ന് പറയുന്നത്, അടുത്ത ഭയങ്കരമായ വാചകമായിപ്പോയി. ആ വാചകത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ ഡിന്നർ മീറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞ് കേരള മുഖ്യമന്ത്രിയോടാണ്, VD സതീശനോടല്ല, കേരള മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ള ആളുകൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഡൽഹിക്ക് പോകണം, അതുകൊണ്ട് പെട്ടെന്നൊന്ന് ചേട്ടൻ ഇങ്ങോട്ട് വരുവാന്നായിട്ട് ചോദിച്ചത്. അങ്ങനെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ ഗ്രൂപ്പ് ചോദിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തെ, അങ്ങനെ ചോദിച്ചാൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് ഓടി വരേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും ശരി, കേരള മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ്, നമ്മുടെയൊക്കെ തന്നെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് ചേട്ടനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, കാരണം ഞങ്ങൾക്ക് പോയിട്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം മാറ്റി വെച്ചുകൊണ്ട് പെട്ടെന്ന് വരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുന്ന ഏത് ഇൻവെസ്റ്റേഴ്സാണ് ഇന്ത്യയിലും കേരളത്തിലും ഉള്ളത് എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഈ പറയുന്ന നുണകളുടെ ഒരു പെരുമഴക്കാലം തീർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കനത്ത മഴയ്ക്കിടയിലും മുഖ്യമന്ത്രി തൻ്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.